കൊട്ടാരക്കര ആനക്കൊട്ടൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണർ ഇടിഞ്ഞ് ഫയർമാൻ ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ സോണി എസ് കുമാർ, മുണ്ടുപാറ സ്വദേശി അർച്ചന, ആൺസുഹൃത്ത് ശിവാകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. സമയം ഏകദേശം ഒരു 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര സ്റ്റേഷനിലൊരു സ്ത്രീ കിണറ്റിൽ വീണ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. അങ്ങനെ അവർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. റെസ്ക്യൂ നടത്തിയിട്ട് ആ സ്ത്രീയും രക്ഷപ്പെടുത്തിയ സോണിക് എന്ന് പറഞ്ഞൊരു ഫയർമാനും കൂടി ഈ നെറ്റിൽ വരുന്ന വഴിക്ക് കിണറ്റിൻ്റെ പാലവും അതുപോലെ തന്നെ ബാരിയേഴ്സും കൂടി ഇടിഞ്ഞ് വീണ് രണ്ടുപേരും കൂടി അതോടൊപ്പം തന്നെ ആ കിണറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരാളും കൂടി ഇതിലകപ്പെടുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ ടീം ആദ്യം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൾ മരണപ്പെട്ടത് അറിയാൻ കഴിയും. നല്ല താഴ്ചയുണ്ട്, ഏകദേശം 50 മീറ്റർ അടുപ്പിച്ചോളം താഴ്ചയുള്ള കിണറായിരുന്നു. നമ്മൾ വരുമ്പോൾ തീർച്ചയായും ശ്വാസം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ BA സെറ്റ് ഉപയോഗിച്ച് നോക്കി മുകളിൽ നിന്ന് ആരെയും കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ കിണറ്റിൽ നിറയെ റോപ്പും സംഭവങ്ങളും ചെറിയ ഇടുങ്ങിയ ഒരു കിണറാണ്. ഏകദേശം വെള്ളം ഒരു 10 അടിയോളം വെള്ളം കാണും ഏകദേശം. അപ്പോൾ വെള്ളത്തിനടിയിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു ഞാനാണ് ആദ്യം ഇറങ്ങുമ്പോൾ കാണുന്നത് മുങ്ങിക്കിടക്കുകയായിരുന്നു. കിണറിൻ്റെ സൈഡ് ഇടിഞ്ഞാണ് നമ്മുടെ ഒരു ജീവനക്കാരന് അപകടം പറ്റിയത്. അപ്പോൾ ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം. ചുറ്റും ആ കെട്ട് ഇടിഞ്ഞ് പില്ലറകത്തോട്ട് വീണാണ് അപകടം പറ്റിയത്. കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത്. സുജിത്തെ, ഏറെ ദാരുണമായ ഒരു അപകടം, 3 പേരുടെ മരണത്തിൽ കലാശിക്കുന്നു. എന്തായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, ഉന്മേഷ്, ഇന്നലെ രാത്രിയിൽ അർച്ചനയും ശിവകൃഷ്ണനും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവുകയും അതിനുശേഷം അർച്ചനയെയും കുട്ടികളെയും ഈ ശിവകൃഷ്ണൻ മർദ്ദിക്കുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയത്. ഇതിൽ ഫയർമാനായ സോണി ഇവരെ അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങി. അർച്ചനയുമായി മുകളിലേക്ക് വരുമ്പോഴാണ് ഈ കിണറിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞ് ഉള്ളിലേക്ക് വീണത്. ഉടൻ തന്നെ സോണിയെ ഒപ്പമുള്ള ഫയർഫോഴ്സ് സംഘം പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് കിണർ ഇടിയുന്ന സമയത്ത് അടുത്തു നിന്നിരുന്ന ശിവകൃഷ്ണനും കിണറ്റിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സോണിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിണറിന്റെ വെള്ളം കൂടുതലുണ്ടായിരുന്നു. ഏതാണ്ട് 10 അടിയോളം വെള്ളം കിടക്കുകയായിരുന്നു. ആ വെള്ളത്തിനടിയിലേക്ക് ഈ കിണർ മുകളിൽ നിന്നുള്ള മതിൽ ഇടിഞ്ഞു വീണതോടുകൂടി ഈ രണ്ടുപേരും, അതായത് ശിവകൃഷ്ണനും അതുപോലെ തന്നെ അർച്ചനയും കിണറിന്റെ അടിയിലാകുകയും ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. ഈ കൊട്ടാരക്കരയ്ക്ക് പുറമെ മറ്റു 3 യൂണിറ്റ്, കൊല്ലത്തു നിന്നും കുണ്ട്രയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിയാണ് ഈ മണ്ണ് നീക്കം ചെയ്ത് ഇരുവരെയും പുറത്ത് എത്തിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. കൃഷ്ണ, ഈ വഴക്ക് പതിവായിരുന്നോ സുജിത്ത്? ഇവർ തമ്മിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഈ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ പറയുന്നത് സുജിത്ത്? അതെ, ഈ കുട്ടികൾ പറയുന്നു, ഉന്മേഷ്, കുട്ടികൾ തന്നെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു. മാത്രമല്ല ഈ വഴക്കിനിടയിൽ അമ്മയെയും അതുപോലെ തന്നെ മറ്റു ഈ ഇളയ കുട്ടിയെയും മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദിക്കുന്ന സമയത്ത് ഈ ഒരു കുപ്പി എവിടെയാണ് വെച്ചിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. അത് അർച്ചനയെ മർദ്ദിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ ബാഗിൽ നിന്നും ഇയാൾ ഇത് എടുക്കുന്നത്. ആ സമയത്താണ് കുട്ടിയെ വീണ്ടും ഇയാൾ മർദ്ദിക്കുന്നത്. ആ സമയത്താണ് അർച്ചന ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുട്ടിയെ മർദ്ദിക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ടും ശിവ അത് കേൾക്കാതിരുന്നതോടുകൂടിയാണ് പെട്ടെന്ന് ഇവർ മുറ്റത്തെ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. ഏതായാലും കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കടുങ്കയിലേക്ക് അർച്ചന നീങ്ങിയത്. അതുമൂലം ഒരു ഫയർമാന്റെ ജീവനും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വഴക്ക് പതിവാണെങ്കിൽ അയൽവാസികൾ ആരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അതിൽ ആരും ഇടപെടാനൊന്നും ശ്രമിച്ചില്ലേ? കൃഷ്ണ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവരുടെ വീട്ടിൽ വഴക്ക് പതിവാകുന്ന ഒരു സാഹചര്യം, അത് മറ്റുള്ളവർ ഇടപെടുമ്പോൾ അവർക്ക് നേരെയും പാഞ്ഞെടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അവർക്ക് നേരെ കയർത്ത് ചെല്ലുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആയിരിക്കണം പ്രദേശവാസികൾ ആരും തന്നെ ഇവരുടെ വീട്ടിലെ ഈ വിഷയങ്ങളിലേക്ക് എത്താതിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബ്ദം കേട്ട് നാട്ടുകാർ തന്നെയാണ് ആദ്യം ഓടി എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തിയ ശേഷം ഈ ദാരുണ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ. കൃഷ്ണ, ഉമേഷ്. സുജിത്ത്, ഇപ്പോൾ ഈ കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു എന്ന് പറഞ്ഞപ്പോൾ അത് കാലപ്പഴക്കം കൊണ്ടാണോ, മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഈ പെട്ടെന്ന് എത്തുക, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക, അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാൻ കഴിയാതെ ദൗത്യത്തിലേക്ക് പോകേണ്ടി വന്നത് കൊണ്ട് കൂടിയാണോ
ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായത് സുജിത്ത്? അതെ ഉമേഷ്, ഈ കിണർ ഏറെ പഴക്കം ചെന്ന ഒരു കിണറാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിസ്തൃതി കുറഞ്ഞ ഒരു കിണറാണ്. മാത്രമല്ല ഇന്നലെ ശക്തമായ മഴയായിരുന്നു. മഴയിൽ ഇതിന്റെ ചുറ്റുമതിലടക്കം കുതിർന്നിരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇത് ഇവരെ മുകളിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ ചുറ്റുമതിൽ ഇടിഞ്ഞ് താഴേക്ക് വീണതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമേഷ്, സുജിത്ത്, മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണ്? മൃതദേഹങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ, ഈ ബന്ധുക്കളൊക്കെ വിവരം അറിഞ്ഞ് എത്തിയിട്ടുണ്ടോ? ഇനി മറ്റു നടപടികൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഏതാണ്ട് 4 മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. അതിനുശേഷമാണ് നടപടികൾ പൂർത്തിയാക്കി ഇത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ബന്ധുക്കളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജിത്ത്, ഈ രക്ഷാദൗത്യത്തിനുള്ള മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? കാരണം മറ്റ് അഗ്നിശമന സേനാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ അല്ലേ? 3 യൂണിറ്റുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉമേഷ്, 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയത്. കൊട്ടാരക്കരയിൽ നിന്നും അതുപോലെ തന്നെ കുണ്ടറയിൽ നിന്നും പിന്നീട് കൊല്ലത്ത് നിന്നും 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ ആദ്യം ഇവർ ചെയ്തത് ഈ പൊളിഞ്ഞ മതിൽ, അരമതിൽ ഈ കിണറ്റിലേക്ക് വീണ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. അതിനുശേഷം അത് ഏറെ ദുഷ്കരമായിരുന്നു. കാരണം ഇന്നലെ മഴ ശക്തമായിരുന്നു. ഒപ്പം തന്നെ ഈ മഴയിൽ വെള്ളം കിണറ്റിൽ കൂടിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. പ്രദേശത്തെ ചില നാട്ടുകാരൊക്കെ തന്നെ എത്തിയിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഫയർഫോഴ്സ് സംഘം ഈ മണ്ണ് നീക്കം ചെയ്ത് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. ഏറെ ദുഷ്കരമായ പ്രവൃത്തി തന്നെയായിരുന്നു. പക്ഷേ സോണിയുടെ മൃതദേഹം ഒരുപാട് ഉള്ളിലേക്ക് പോകാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സോണിയെ പെട്ടെന്ന് കരക്കെത്തിക്കുവാനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴിയിലാണ് സോണി മരിച്ചത്. പക്ഷേ ഈ 4 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അർച്ചനയും അതുപോലെ തന്നെ ശിവയെയും പുറത്തേക്ക് എത്തിച്ചെങ്കിലും ഇരുവർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. എന്നാലും മൃതദേഹങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശിവകൃഷ്ണന്റെ ഒരു ഹിസ്റ്ററി എന്താണ്? ഇയാളുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പതിവായിരുന്നു. ഇവരുടെ ആൺ സുഹൃത്താണ് ശിവകൃഷ്ണൻ. 23 വയസ്സാണ് പ്രായം. 30 വയസ്സാണ് അർച്ചനയ്ക്കുള്ളത്. ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. 2 കുട്ടികളാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. അർച്ചനയുടെ 2 മക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കുട്ടികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വഴക്കുകളൊക്കെ ഉണ്ടായതും. ഒപ്പം മദ്യക്കുപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഈ ഏറ്റവും ഒടുവിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കിലേക്ക് എത്തുകയും ചെയ്തത്. കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് അർച്ചന തടഞ്ഞതോടു കൂടിയാണ്. അർച്ചന തടഞ്ഞപ്പോഴാണ് കൂടുതൽ പ്രകോപിതനായിക്കൊണ്ട് ശിവ ഇവരെ മർദ്ദിച്ചത്. അപ്പോഴാണ് അർച്ചന കിണറ്റിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഈ ശിവകൃഷ്ണൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്ഥിരം മദ്യപാനിയാണെന്നാണല്ലേ? സ്ഥിരം മദ്യപാനിയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മദ്യം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടായ പ്രകോപനത്തിൽ ചെയ്തതാണെന്നല്ലേ? അതെ, അത്തരത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അയാൾ ഈ ഒരു നിരന്തരം ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പുത്തൂർ പോലീസാണ് ആദ്യം സ്ഥലത്തെത്തിയത്. പുത്തൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണ്. കൃഷ്ണ, സുജിത്ത്, ഇപ്പോൾ അവിടെ വലിയ തരത്തിൽ പരിശ്രമം വേണ്ടി വന്നു ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഫയർഫോഴ്സ് സംഘമുണ്ട്, നാട്ടുകാരുണ്ട്. അപ്പോൾ ഈ 4.5 മണിക്കൂർ നീണ്ട പരിശ്രമം എന്ന് പറയുമ്പോൾ ഈ ചുറ്റുമതിൽ ഒന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നോ സുജിത്ത്? അതെ ഉമേഷ്, ആദ്യം ഭാഗികമായിട്ടാണ് ഇത് ഇടിഞ്ഞു വീണത്. പിന്നീട് പിന്നെയും ഇടിഞ്ഞുകൊണ്ടിരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ കുട്ടി തന്നെ നമ്മളോട് പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ. ആ കുട്ടിയുടെ പ്രതികരണം കൂടി നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ കുട്ടി പറയുന്നുണ്ട് വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ നിരന്തരം ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായി പലതവണ ഇത്തരത്തിൽ അർച്ചന ആത്മഹത്യക്ക് ശ്രമിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം ചില സമയങ്ങളിൽ ഇയാളുടെ ഉപദ്രവം
ഉപദ്രവം കാരണം സഹിക്കാൻ വയ്യാതെ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് പോലും അർച്ചന ചിന്തിച്ചിരുന്നു എന്ന് നാട്ടിൽ ചിലരും നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ സഹിക്കാൻ വയ്യാതെയാണ് അർച്ചന മക്കളെ മർദ്ദിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഇവർ കിണറ്റിലേക്ക് എടുത്ത് ചാടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കിണർ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കിണറിന്റെ വിസ്തൃതി കുറഞ്ഞ ഒരു കിണറാണ്. ഒപ്പം തന്നെ വെള്ളം വലിയ രീതിയിൽ 10 അടിയോളം താഴ്ചയിൽ വെള്ളം ഉണ്ടായിരുന്നു. കിണറിന് ആഴം കൂടിയൊരു കിണറാണ്. ഒപ്പം തന്നെ മഴയിൽ ഇതിന്റെ ചുറ്റുമതിലൊക്കെ കുതിർന്നിരുന്നു. അതാണ് ഈ ഫയർമാൻ അതിൽ നിന്നും അർച്ചനയെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് എത്തിക്കുമ്പോൾ ഈ മതിൽ ഇടിഞ്ഞ് വീഴുകയുണ്ടായത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായതും. സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര മുണ്ടുപാറയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കിണറിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷാദൗത്യത്തിന് എത്തിയ ഫയർമാൻ ഉൾപ്പെടെ 3 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാനായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, മുണ്ടുപാറ വിഷ്ണുവിലാസം വീട്ടിൽ അർച്ചന, കൂടെ ഉണ്ടായിരുന്ന ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ മരിച്ചിരിക്കുന്നത്. അർച്ചനയാണ് കുടുംബ വഴക്കിന് തൊട്ടുപിന്നാലെ കിണറ്റിലേക്ക് ചാടിയത്. അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അവിടെ എത്തിയത്. അതിനിടയിലാണ് കിണറിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വീഴുന്നതും ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും. കരയ്ക്ക് നിൽക്കുകയായിരുന്നു ശിവകൃഷ്ണനും ഈ ചുറ്റുമതിൽ ഇടിയുമ്പോൾ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് എന്നതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ഏറെ പരിശ്രമം വേണ്ടി വന്നു. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കുടുംബ വഴക്ക് അവിടെ ഉണ്ടായിരുന്നു സ്ഥിരമായി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ദാരുണമായ സംഭവമാണ്. കൊല്ലം കൊട്ടാരക്കര മുണ്ടുപാറയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഫയർമാൻ ഉൾപ്പെടെ 3 പേർ മരിച്ചത്. സുജിത്ത് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഈ കുട്ടികളുടെ പ്രായം എത്രയാണ്? ഈ അയൽവാസികളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുടുംബ വഴക്ക്, അതുപോലെ തന്നെ അവര് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് എന്തായിരുന്നു പറയാനുള്ളത്? കൃഷ്ണ, കുട്ടികൾ പറയുന്നത് പ്രധാനമായി ഇവർ തമ്മിലുള്ള നിരന്തരം ഉണ്ടാകുന്ന വഴക്ക് തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ നടന്ന ഈ സംഭവങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യക്കുപ്പിയുമായി ബന്ധപ്പെട്ട മദ്യക്കുപ്പി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഇയാളുടെ ഒരു പ്രശ്നങ്ങളായിരുന്നു. അത് ഈ കുട്ടിയുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു. ബാഗിൽ നിന്നും ഇതെടുത്തതിനു ശേഷമാണ് കുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊച്ചു കുട്ടികളാണ്, അവർക്ക് ഏതാണ്ട് 4 വയസ്സ്, അതുപോലെ തന്നെ ആ ഒരു പ്രായം മാത്രമാണ് വരുന്നത്. ആ പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത്. അമ്മയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് സഹികെട്ടാണ് ഇയാൾ ഇത്തരത്തിൽ അർച്ചന കിണറ്റിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം ഈ സമയത്തൊക്കെ തന്നെ ഈ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ തന്നെ ശിവകൃഷ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മതിൽ ഇടിഞ്ഞുകൊണ്ട് ഇയാൾ നിന്ന ഭാഗവും ഇടിഞ്ഞ് ഈ കിണറ്റിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് ഇരുവരും കിണറ്റിനുള്ളിൽ അകപ്പെട്ടത്. ഉടനെ തന്നെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഇവരെ ഒപ്പം തന്നെ ഫയർഫോഴ്സ്, കൊട്ടാരക്കര ഫയർഫോഴ്സ് ആണ് ആദ്യം എത്തിയത്. ആ സംഘമാണ് ഇവരെ കരയ്ക്ക് എത്തിക്കാനുള്ള ഒരു നടത്തിയത്. ഈ സോണിയുടെ ശരീരം പകുതി മാത്രമായിരുന്നു ഈ സമയത്ത് ഇതിനടിയിൽ പെട്ടത്. ഒപ്പം തന്നെ അപ്പോൾ തന്നെ ഇയാളെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. സോണിയെ ആദ്യം രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നാലെയാണ് ഈ ശിവയെയും അതുപോലെ തന്നെ അർച്ചനയെയും കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അത് ഏറെ ദുഷ്കരമായി മാറുകയായിരുന്നു. അതോടുകൂടിയാണ് മറ്റ് 2 ഫയർഫോഴ്സ് യൂണിറ്റുകളെ കൂടി വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് കുണ്ട്രയിൽ നിന്നും കൊല്ലത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് എത്തിയത്. ഇവർ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് ഒപ്പം നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ കിണറ്റിലേക്ക് ഉള്ള മണ്ണ് അത്രയും നീക്കം ചെയ്തത്. ആ മണ്ണ് നീക്കം ചെയ്ത ശേഷം ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് ഈ 2 ശരീരങ്ങൾ കരയ്ക്ക് എത്തിച്ചത്. അപ്പോഴേക്കും 2 പേരും മരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഈ മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ശരി, സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.